Hello, welcome to my channel Homemade. ഹലോ, ഇഞ്ചിക്കറി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന ഇഞ്ചിക്കറി കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 500 ഗ്രാം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു 5-6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയാണ് നല്ലത് ഇഞ്ചിക്കറിക്ക്. അപ്പോൾ വെളിച്ചെണ്ണ ഒരു 5-6 ടേബിൾ സ്പൂൺ എടുത്ത് അതിനകത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പലതരത്തിലും ആൾക്കാർ ചെയ്യാറുണ്ട്. ചിലർ ഇഞ്ചി വലുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കും. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് 2-3 പ്രാവശ്യം കഴുകി അതിൻ്റെ വെള്ളം ഊറ്റിക്കളയും. അപ്പോൾ അതിനൊരു പശപ്പുള്ള ആ വെള്ളം അങ്ങ് പോവും. അപ്പോൾ പിന്നെ ഇഞ്ചിക്കറിക്ക് ഒരു ഒട്ടലൊന്നും ഉണ്ടാവില്ല. വറുക്കുന്ന സമയത്ത് അതിൽ പാനിലൊന്നും പിടിക്കാതെ നമുക്ക് നന്നായിട്ട് വിട്ട് കിട്ടും. പക്ഷേ ഇങ്ങനെ വലുതായിട്ട് അരിഞ്ഞെടുത്ത് നമ്മൾ അത് കഴിഞ്ഞ് അരച്ചെടുത്ത് അത് കളയാതിരുന്ന് കഴിഞ്ഞാൽ ആ പശപ്പോടെ തന്നെയാണ് ഞാനിപ്പോൾ വറുക്കുന്നത്. ഇതാകുമ്പോൾ ചീനച്ചട്ടിയിൽ ഇത്തിരി ഒട്ടിപ്പിടിക്കും, പക്ഷേ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ പോരും. ഇതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേത് നമ്മൾ അതിൻ്റെ ഇഞ്ചിയുടെ ഒരു സത്തെല്ലാം നമ്മൾ കഴുകി കളയുമ്പോൾ ഇത്രയും ഒരു ടേസ്റ്റ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നവരെ മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഒത്തിരി കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ട് മൂക്കുകയും വേണം. എണ്ണയെല്ലാം നമ്മൾ ഒഴിച്ച എണ്ണയെല്ലാം അടിയിൽ ഇപ്പം കാണാൻ പറ്റും. ഇഞ്ചി അധികം എണ്ണയൊന്നും കുടിക്കില്ല, ബാക്കി എണ്ണ അതിനകത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും അതിനകത്തൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് ഒന്ന് തണുക്കുമ്പോൾ പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ബാക്കി വരുന്ന എണ്ണ അതുപോലെ തന്നെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ എണ്ണ തന്നെയാണ് നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ അതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് നമുക്കൊന്ന് വറുത്തെടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം തേങ്ങ വറുക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് ചൂടായിരിക്കുമായിരിക്കും, അപ്പോൾ പെട്ടെന്ന് തേങ്ങയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് വറുത്തെടുക്കുക. ഡാർക്ക് കളറാവുന്നവരെ നമ്മൾ ഇത് വറുത്തെടുക്കണം. ഇഞ്ചിക്കറിക്ക് എത്രയും നല്ല കളർ കിട്ടണമെങ്കിൽ ഇതുപോലെ നല്ല മാക്സിമം ഡാർക്കായിട്ട് തേങ്ങ വറുത്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടിയിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ. ഇപ്പോൾ പൊടിയും മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റി ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ബാക്കി ഉണ്ടായിരുന്ന ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ പോരെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം 1 ടീസ്പൂൺ എല്ലാം ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് ഒരു 1-1.5 ടീസ്പൂൺ കടുകും 4-5 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു 5-10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം നല്ല ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ വാളൻപുളി 1 കപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വറുത്തരച്ച തേങ്ങയുടെ അരപ്പും ചേർത്ത് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കാം.
ഇപ്പോൾ ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും ഒരു പിഞ്ച് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വരണം. എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ എത്തണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാം. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇഞ്ചിക്കറി നല്ല പാകത്തിന് കുറുകി വന്നിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/2 കപ്പ് ശർക്കര ചീകി ചേർത്ത് കൊടുക്കാം. നല്ല ശർക്കരയാണ്, മണ്ണൊന്നും ഇല്ലാത്തതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ചീകി എടുത്തിരിക്കുന്നത്. അതല്ല അത്ര ക്വാളിറ്റി ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നിറയെ മണ്ണ് കാണും. ശർക്കര പാനിയാക്കി അരിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരു 1/2 കപ്പ് തിക്കായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ മധുരവും കൂടെ വന്നാലാണ് ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ശർക്കരയും കൂടെ ചേർത്താൽ ഇഞ്ചിക്കറി പൂർണ്ണമാവുള്ളൂ. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് എന്തെങ്കിലും പോരാതുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോരാത്തത് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.